ഇരിട്ടിയുടെ മലയോര പ്രദേശമായ ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരേ സമയം 2 പേർ കൊല്ലപ്പെട്ടത് മലയോര മേഖലയിൽ കടുത്ത ജനകീയ പ്രതിഷേധത്തിനിടയാക്കി. ആറളം മേഖലയിൽ പ്രതിഷേധം കത്തുകയാണ്. വിവിധ സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം മലയോര മേഖലയെ നടുക്കിയിരിക്കുകയാണ്. ഫാം പുനരധിവാസ ബ്ലോക്ക് 13-ൽ കരിക്കൻമുക്ക് അങ്കണവാടി റോഡിനോട് ചേർന്നാണ് സംഭവം. അമ്പലക്കണ്ടി നഗറിൽ നിന്നെത്തി മേഖലയിൽ ഭൂമി കിട്ടി 1542 പ്ലോട്ടിൽ താമസിക്കുന്ന വെള്ളി, ഭാര്യ ലീല എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചു കൊന്നത്. ഇരുവരുടെയും മൃതദേഹം വികൃതമാക്കിയ നിലയിലായിരുന്നു. വെള്ളന്റെ ബന്ധുവിന്റെ പറമ്പിലാണ് സംഭവം നടന്നത്. കശുവണ്ടി ശേഖരിച്ച് വിറക് കെട്ടുമായി ഇരുവരും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പിറകുവശത്ത് ഒളിഞ്ഞിരുന്ന കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വിവരം പുറംലോകം അറിയുന്നത്. ഇരുവരും വീട്ടിലെത്താത്തതിനെ തുടർന്ന് മക്കളുടെ ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ച് എത്തിയപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഇവരെ കാട്ടാന ആക്രമിച്ചതെന്നാണ് സംശയം. മൃതദേഹത്തിന് സമീപത്തെ രക്തപ്പാടുകൾ ഉണങ്ങി കട്ടപിടിച്ച നിലയിലായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. വിവരമറിഞ്ഞെത്തിയ സണ്ണി ജോസഫ് MLA, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, ബ്ലോക്ക് അംഗം V. ശോഭ, വാർഡ് മെമ്പർ മിനി എന്നിവരും സ്ഥലത്തെത്തി. പ്രതിഷേധം തണുപ്പിക്കുവാനും മൃതദേഹം മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ആറളം SHO ആൻഡ്രിക് ടോമിക്കിന്റെ നേതൃത്വത്തിൽ പോലീസ് അനുനയ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനിടയിൽ സണ്ണി ജോസഫ് MLA വനമന്ത്രിയുമായി സംസാരിച്ച് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല. രാത്രി വൈകി പ്രതിഷേധം തുടരുകയായിരുന്നു. വനമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തണം എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. 10 വർഷത്തിനിടയിൽ ഇതോടെ 14 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ലക്ഷ്മി, ശ്രീധരൻ, വേണു, ചാലി എന്നിവരാണ് കൊല്ലപ്പെട്ടവരുടെ മക്കൾ. സംഭവത്തിൽ UDF പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആനയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു സണ്ണി ജോസഫ് MLA-യുടെ ഈ കാര്യം അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണം. സംഭവത്തിൽ സർക്കാർ നിസ്സംഗരായിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. സങ്കടകരമെന്നായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ആനമതിൽ നിർമ്മാണം നീണ്ടുപോയതടക്കം വന്യമൃഗശല്യത്തിന് കാരണമായിട്ടുണ്ടെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വകുപ്പുകളുടെ ഏകോപനക്കുറവ് ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആറളം UDF ഹർത്താൽ പ്രഖ്യാപിച്ചതോടെ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. പാൽ, പത്രം എന്നിവയെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു UDF നേതാക്കൾ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്.